സാറിന് ഇത്രയും സ്പീഡിൽ ഓടാൻ കഴിവുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. താൻ എന്ത് പണിയാടോ കാണിച്ചത്? ഒരു അപകടം വന്നപ്പോ എന്നെ രക്ഷിക്കാതെ ആദ്യം താനം ഓടിയല്ലേ? ആശുപത്രി കിടക്കുന്ന നേരിട്ട് എഴുന്നേറ്റ് വന്നവനാ ഞാൻ. എന്നാലും സിനിമയില് 10-20 വില്ലന്മാര് സാറ് പുല്ല് പോലെ ഇടിച്ചിടുന്നത് കണ്ടിട്ടാ ഞാൻ സാറിന്റെ ഫാനായത്. അതുപോലെ സാറവന്മാരെ ഇടിച്ചോളൂ എന്ന് ഞാൻ വിചാരിച്ചു. സിനിമയാണോ ജീവിതം? അല്ലാന്ന് ഇന്നെനിക്ക് മനസ്സിലായി. അല്ലെങ്കിലും പണക്കാരെയും ഫേമസ് ആയവരെയും ബഹുമാനിക്കാൻ ഈ മലയാളി കിഴങ്ങന്മാർക്ക് അറിയില്ലല്ലോ. ശരിയാ സാറേ. എത്ര കൂളായിട്ടാ അവൻ സാറിനെ കിഴങ്ങാന്ന് വിളിച്ചു കളഞ്ഞത്. കുറെ ബിരിയാണിയും വെള്ളത്തിലായി. പക്ഷെ സാറിന്റെ ഏറ് കൃത്യമായിട്ട് അവന് കൊണ്ടു. ഞാൻ ചെന്നൈയിൽ തന്നെ സ്ഥിരമായി താമസിക്കുന്നത് എന്തുകൊണ്ടാന്നാ തന്റെ വിചാരം? എന്തുകൊണ്ടാ സാറേ? ഈ തമിഴന്മാർക്ക് പണക്കാരെ ബഹുമാനിക്കാൻ അറിയാം. നമ്മൾ ഇത്തിരി തൈർസാദം വാങ്ങിച്ചു കൊടുത്താൽ ആജീവനാന്തം അവർ അക്കൂറ് കാണിക്കും. 1 കിലോ അരി വാങ്ങിച്ചു കൊടുത്താൽ അവർ നമുക്ക് വോട്ട് ചെയ്യും. ഇവിടെ ഉള്ളവന്മാർക്ക് ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡിയും 5000 രൂപയും കൊടുത്താൽ അത് വാങ്ങിച്ചടിച്ചിട്ട് എതിർ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യും. അങ്ങനെ അടച്ചു പറയരുത് സാർ. ഒന്നും തന്നില്ലേലും ഞാൻ സാറിന് മാത്രമേ വോട്ട് ചെയ്യൂ. അതിന് ഞാനിവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പോകുന്നു. ഞാൻ എന്തോ പറയുന്നു, ഇയാൾ എന്തോ പറയുന്നു. രണ്ടും മലയാളം അല്ലേ സാർ? പണക്കാരാണ് നിങ്ങളുടെ ശത്രുക്കളെന്ന് ഇവിടുത്തെ പാവങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരെ പറഞ്ഞാൽ മതിയല്ലോ. അക്കാര്യത്തിൽ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കുറച്ച് കമ്മ്യൂണിസ്റ്റുകാരാണ് സാറേ. എല്ലാവരെയും കൊല്ലണം സാറേ. ടിവിക്കാർ തല്ലാൻ വരുന്നു, ഓടിക്കോ. എന്തുപറ്റി സാറേ? ഞങ്ങളിത് 2ാമത്തെ റൗണ്ടാ. സാറ് ഒരു റൗണ്ടിന്റെ കാൽഭാഗം പോലും ആയില്ലല്ലോ. ദേ, ആ റൗണ്ട് പൂർത്തിയാക്കിയില്ലെങ്കിൽ GTA പണിഷ് ചെയ്യും കേട്ടോ. എന്ന് വെച്ചാ വൈകുന്നേരം വരെ ഓടിക്കും. മനസ്സെത്തുന്നിടത്ത് കാലെത്തുന്നില്ല പട്ടാളക്കാരാ. കൈനനയാതെ കേണലാവാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഇത്രയും ഞാൻ വിചാരിച്ചില്ല. എനിക്ക് വയ്യേ. എങ്ങനെ ഇന്ന് രക്ഷപ്പെടും പട്ടാളക്കാരാ? ഒരു കാര്യം ചെയ്, തൽക്കാലം ആ മരത്തിന്റെ മറവിൽ ഒളിച്ചിരുന്ന് കിതപ്പ് മാറ്റിക്കും. ഞങ്ങള് 6ാമത്തെ റൗണ്ട് ഓടിയെത്തുമ്പോ കൂടെ കൂടിയാ മതി. ചീറ്റിയുടെ കണ്ണിൽ പെടാതിരുന്ന ഭാഗ്യം. താങ്ക് യു പട്ടാളക്കാരാ. ദൈവം നിങ്ങളെ രക്ഷിക്കട്ടെ. ആബൽ ബാന്ധവ കൈവിടല്ലേ. സാറേ, ഓട്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഇതിപ്പോ GTA തൊട്ടടുത്തുണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണം. മാർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻസ്ട്രക്ഷൻസ് തരും. ബായമുട്ട് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് നടക്കണം. ദഹിനേമുട്ട് എന്ന് പറഞ്ഞാൽ ദഹനക്കേടല്ല, ദഹിനേമുട്ട് എന്ന് പറഞ്ഞാൽ വലത്തോട്ട് നടക്കണം. പീച്ചേമുട്ട് പിറകിലേക്ക്. ഏത് മൂഡ് ആദ്യം പറയും? അതെനിക്കെങ്ങനെ അറിയാം? ശ്രദ്ധിക്ക്. ബായെ ഇടത്തോട്ട്, ദഹിനെ വലത്തോട്ട്. ഓക്കെ? साहब जी, आप कहाँ जा रहे हो? वापस मोड़ के आ जाओ। सरोज साहब, ये उल्लू लोग कहाँ से निकल के आ रहे हैं? സാർ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത്? സിനിമയിൽ അഭിനയിച്ചാ പോരെ? ഇത്രയും ദുരാഗ്രഹങ്ങൾ മനുഷ്യന് പാടുണ്ടോ? നമുക്കേ ആ ഇൻസ്ട്രക്ടർക്ക് എന്തെങ്കിലും കൈമണി കൊടുത്താലോ? കുതന്ത്രങ്ങളെ കയ്യിലുള്ളൂ അല്ലേ? ഞാൻ കേണലാകാൻ പോകുന്നു നാട്ടുകാരെല്ലാം അറിഞ്ഞു പോയില്ലേ പട്ടാളക്കാരാ? അല്ല രാജേഷിന് ഞാൻ സിനിമയിൽ ചാൻസ് വാങ്ങിച്ചു തരാം. ദേ, പിന്നെയും കൈക്കൂലി. സോറി സാറേ, ശ്രദ്ധിച്ച് കേൾക്കുകയാണെങ്കിൽ നാളത്തെ സെറിമോണിയൽ പരേഡ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഫുൾ ഡ്രസ്സിൽ നമ്മൾ മാർച്ച് ചെയ്ത് മുന്നോട്ട് നടക്കും. സാർ ഏറ്റവും മുമ്പിൽ. വേദിയിൽ സുപ്പീരിയർ ഓഫീസർ സല്യൂട്ട് സ്വീകരിക്കാൻ നിൽപ്പുണ്ടാവും. ഇൻസ്ട്രക്ഷൻ കിട്ടിയാൽ വലത്തോട്ട് തല ചരിച്ച് സല്യൂട്ട് ചെയ്യണം. കാണിക്കാം. ഇത്രയേ ഉള്ളൂ. ഇത് ഈസി അല്ലേ?
सारे बच गया ഭാഗ്യം വന്നെന്നാ തോന്നുന്നേ 2 മണിക്കൂറിനകം സാറെത്തും. ഇങ്ങോട്ട് പോരടോ കൊട്ടേഷൻ നേതാവേ, ഞാൻ ചെയ്യേണ്ടതൊക്കെ അന്ന് തന്നെ ചെയ്തു തീർത്ത്. യൂറിയക്ക ടിവിയുടെ അവാർഡ് നൈറ്റിന്റെ അന്ന് ഒന്ന് കൊടുത്തതിന്റെ പേടിയാ. അപ്പൊ റഫീഖ് സാർ ആയിരുന്നു ഇവന്റെ മർമ്മസ്ഥാനത്തിട്ട്. അതെ, ആ മർമ്മസ്ഥാനി ഞാൻ തന്നെ. ഇങ്ങോട്ട് വാറോ, ചോദിക്കട്ടെ. 2 മണിക്കൂർ എന്ന് പറഞ്ഞാൽ ഏകദേശം 1.5 മണി. അപ്പോഴേക്കും ലഞ്ചിന് സമയമാവും അല്ലടോ? ആവും. പിന്നെ എന്തിനാണോ ആ മാങ്ങാത്തൊലിന് ഇത്രയും പേര് ഈ നേരം വരെ ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചത്? അലക്സാറേ, എന്റെ മനസ്സ് പറയുന്നു ഇന്നത്തെ കാര്യം മൊത്തം അലമ്പാവുമെന്ന്. അതുകൊണ്ട് ക്ഷമിക്കണം, ഞാൻ പോവാ. അയ്യോ റഫീഖ് സാറേ, അല്ലെങ്കിൽ സീനിന്റെ ഞാൻ വരുന്നുള്ളൂ. റെഡി ആവുമ്പോ എന്നെ വിളിച്ചാ മതി. ചുമ്മാ കിഴങ്ങന്മാരെ കാത്തുനിന്ന് വെയിലുള്ള ഞാനില്ല. പട്ടാളമെത്തി, 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 പട്ടാളമെത്തി. എല്ലാവരുടെയും ദേഹപരിശോധന നടത്തും. സെക്യൂരിറ്റി ചെക്ക്. എന്ത്? പച്ചാള സാറേ, സരോജ് സാർ ഇപ്പൊ രാഷ്ട്രത്തിന്റെ പൊതുസ്വത്തല്ലേ, വിലപ്പെട്ട ജീവനല്ലേ. മിലിറ്ററി എന്നുള്ള ഓർഡറാ. സരോജ് സാർ എവിടെ പോകുന്നു അവിടെയുള്ള എല്ലാവരെയും ചെക്ക് ചെയ്യണമെന്ന്. जल्दी बाहर आओ अयो ഇതെന്തോന്നാണ് ഇത്? കാശ്മീർ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഈ കോമാളി കളി കാണാനല്ല രാവിലെ മുതൽ ഇവിടെ വന്നിരിക്കുന്നത്. Get out. എന്താ ഇതൊക്കെ? പറയാം. ഇനി എല്ലാ ദിവസവും ഇതുപോലെ പതാക ബന്ധനത്തിന് ശേഷമായിരിക്കും നമ്മൾ ഷൂട്ട് തുടങ്ങുക. ഓരോ പട്ടാളക്കാരനും 2500 രൂപ വെച്ച് താൻ കൊടുക്കണം. എല്ലാ ചെലവും മിലിറ്ററിയുടെ തലയിൽ കെട്ടിവെക്കുന്നത് ശരിയല്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഷൂട്ടിങ്ങിനല്ലേ സരോജ് വന്നത്? പട്ടാളക്കാരാണ് അത്ര. ഫാൻസ് പിള്ളേരല്ലേ അത്? പതുക്കെ പറ, ആരും അറിയണ്ട. യൂണിഫോം വാടകയ്ക്ക് എടുത്തതാ. ഇൻഡസ്ട്രിയിലെ എരപ്പാളികളെ വിരട്ടിവിടാൻ കിട്ടിയ സന്ദർഭമാണിത്. ഓക്കെ, നമുക്ക് ഷൂട്ട് തുടങ്ങാം. ബാബു കം മേക്കപ്പ്. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മിസ്റ്റർ സരോജ്. ശല്യപ്പെടുത്താതെ പോണം മിസ്റ്റർ. എന്നോട് എന്തിനാ സരോജ് ദേഷ്യപ്പെടുന്നത്? ഞാൻ ഈ കാര്യത്തിൽ നിരപരാധിയല്ലേ? അല്ല, ഞാൻ എന്ത് ചെയ്തെന്നാ പറയുന്നത്? താൻ ഒന്നും ചെയ്തില്ല. അത് തന്നെയാ താൻ ചെയ്ത അപരാധം. ഇന്നലെ വന്നൊരു പീറച്ചക്കൻ എനിക്കെതിരെ ചാനലിൽ കയറി സംസാരിച്ചപ്പോ താൻ എവിടെയായിരുന്നു? എന്നെ ന്യായീകരിക്കാനുള്ള ബാധ്യത തനിക്കില്ലേ? ഇല്ലടോ. സംവിധായകനും നടനും തമ്മിൽ പ്രശ്നമുണ്ടായാൽ ഒരു ഇടനിലക്കാരനായല്ലേ പ്രൊഡ്യൂസർക്ക് നിൽക്കാൻ പറ്റൂ? സംവിധായകനും നടനും. ഞാൻ വെറും ഒരു നടനല്ലടോ, മെഗാസ്റ്റാറാ, മെഗാസ്റ്റാർ. താൻ വലിയൊരു പ്രൊഡ്യൂസർ. എന്നാടോ താൻ പ്രൊഡ്യൂസർ ആയത്? ആരാടോ തന്നെ പ്രൊഡ്യൂസർ ആക്കിയത്? സരോജ്, അതൊന്നും മറക്കുന്നവനല്ല ഈ പച്ചാളം പാസ്. Get out! ഇനി ഈ സോഫയിൽ ഇരിക്കണമെങ്കിൽ ആ സംവിധായക തെണ്ടിയുടെ മോന്തക്കിട്ട് ഒരെണ്ണം കൊടുത്തേച്ചും വരണം. അപ്പൊ നമ്മുടെ പടം മുടങ്ങിപ്പോവില്ലേ സരോജ്? ഇല്ല, അവനെ മാറ്റണം. എത്ര കിഴങ്ങന്മാർ വേറെ കിടക്കുന്നു. അത്തരം കിഴങ്ങന്മാരുടെ ഒരുപാട് പടങ്ങൾ ചെയ്ത ഒരു പരുവത്തിലായപ്പോ സരോജ് തന്നെയല്ലേ എന്നോട് പറഞ്ഞത് പുതിയ പ്രതിഭകളെ കണ്ടുപിടിച്ചോണ്ട് വരാൻ? പച്ചാളം, ഈ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞോട്ടെ. ഉം. അവനുമായി എഗ്രിമെന്റ് ഉള്ളതല്ലേ? ചുമ്മാ അങ്ങ് പറഞ്ഞു വിട്ടാൽ സംവിധായകരുടെ സംഘടന കൈയും കെട്ടി നോക്കി നിൽക്കുമെന്ന് വിചാരിക്കുന്നു. അവന്റെ ഫുൾ പ്രതിഫലം സെറ്റിൽ ചെയ്ത് വിടണം. അപ്പോഴോ പുതിയതായി വരുന്ന സംവിധായകനും പ്രതിഫലം കൊടുക്കട്ടെ. മാത്രമല്ല അവനവന്റെ തിരക്കഥ തന്നില്ലെങ്കിൽ ലോഹ്യത്തിൽ കൂടി ആ തിരക്കഥ തട്ടിയെടുക്കണം. പണ്ട് ഉദയഭാനുവിന്റെ തിരക്കഥ സരോജ് മോഷ്ടിച്ച പോലെ. എനിക്ക് ആ വിദ്യ ഒന്നും വശമില്ല സരോജ്. ഓ, വലിയൊരു മാന്യൻ.
ലൈൻ പ്രൊഡ്യൂസർ എന്നും പറഞ്ഞ് കണ്ടവന്മാരെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിച്ച് കള്ളക്കണക്കുണ്ടാക്കി കാശ് തട്ടുന്ന തന്റെ ഗീർവാണമൊന്നും എനിക്ക് കേൾക്കണ്ട. കട്ടതിന്റെ വീതം പറ്റുന്നവനും കള്ളം തന്നെയാ. ഞാൻ തട്ടിയെടുത്തതിന്റെ 3/4 പങ്കു എന്റെ തട്ടിയെടുത്ത മാന്യന്റെ ഗീർവാണോ എനിക്കും കേൾക്കണ്ട. നന്ദി കെട്ടവനെ, വേലയും കൂലിയില്ലാതെ കോടമ്പാക്കത്ത് തേണ്ടി നടന്ന തനിക്കിപ്പോ കുട്ടനാട്ടിൽ ഹൗസ് ബോട്ട്, ബാംഗ്ലൂരിൽ ഫ്ലാറ്റ്, പലയിടത്തും എസ്റ്റേറ്റ്, ഇതൊക്കെ എവിടെ നിന്നുണ്ടായടാ? എന്റെ എച്ചിൽ തിന്നിട്ട് എന്നെ തന്നെ കടിക്കാൻ വരുന്നോ? തമ്മി കാണുമ്പോ ഇയാളും വേലയും കൂലിയില്ലാതെ തെണ്ടി തിരിഞ്ഞ് നടക്കുക തന്നെയായിരുന്നു കോടമ്പാക്കത്ത്. നവരസത്തെ കുറിച്ച് ചോദിച്ചപ്പോ രസം ഉണ്ടാക്കാൻ പരിപ്പും കായവും വേണോന്ന് പറഞ്ഞാൽ വിട്ടി എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. അഭിനയത്തിന്റെ ബാലപാഠം പോലും അറിയാത്തവന് ഭരത്, പത്മശ്രീ, ഡോക്ടറേറ്റ്, കേണൽ, ഇതിനൊക്കെ ദില്ലിയിലും ലൂധിയാനയിലും ഓരോരുത്തന്റെ കാലിലൊക്കെ നടന്നത് ഈ ഞാനാ. അതൊന്നും താൻ മറക്കണ്ട. എന്റെ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങി പോടാ തേണ്ടി. നീ ഇറങ്ങി പോടാ. എന്റെ അമ്മേ! പിടിക്കവനെ, പിടിങ്കോ, പിടിങ്കോ. அந்த திருடனை பிடிங்கோ, அந்த கோமாளி பிடிங்கோ. யாராவது பிடிங்கோ. സരോജേ, പത്മശ്രീക്ക് വേണ്ടി ഞാൻ പത്മശ്രീക്ക് വേണ്ടി തമിഴ്നാട് മന്ത്രിയുടെ കാല് നോക്കിയത് ഞാനാടാ, നീയല്ലടാ. വെടിവെക്കല്ലേ, ഇനിയെങ്കിലും വെടിവെക്കല്ലേ. കൊല്ലിലൂടാ ഞാൻ നിന്നെ. കൊല്ലിലൂടാ ഞാൻ നിന്നെ. സാർ, ചുറ്റിടാക്കി സാർ, സാർ. അയ്യോ! ആവാവുന്ന അത്ര ഉച്ചത്ത് കരഞ്ഞോളൂ. അങ്ങനെ കരഞ്ഞ് തളരുമ്പോ ഉറക്കം വന്നോളും. അല്ലാതെ അലോപ്പതിലെ മാതിരി വേദന ശമിപ്പിക്കാൻ പെയിൻകില്ലറോ ബോധം കെടുത്തോ ആയുർവേദത്തിലില്ല. കുറച്ച് ലേഹ്യം കിട്ടുമോ? ലേഹ്യോ? ആ, എന്ത് ലേഹ്യം? കഞ്ചാവ് ലേഹ്യം. അത് ആയുർവേദമാണല്ലോ, എളുപ്പം കിറങ്ങിയാണ്. ശുംഭൻ ഇവിടുത്തെ പവിത്രത കൂടി നശിപ്പിക്കണം അല്ലേ? ശുംഭൻ എന്ന് വിളിച്ചോണ്ട് തെറ്റിദ്ധരിക്കണ്ട കേട്ടോ. ശുംഭൻ എന്ന് പറഞ്ഞാൽ പ്രകാശം പരത്തുന്നവൻ എന്നർത്ഥമുള്ളൂ. അയ്യോ, വെടിവെക്കല്ലേ, വെടിവെക്കരുത്, വെടിവെക്കരുത്, വെടിവെക്കല്ലേ. നിർത്തോ. ആരാ ഇല വെടിവെച്ചേ? അല്ല, പെട്ടെന്ന് ഞാൻ എന്തോ ഓർമ്മിച്ച്. രോഗി ഭയചകതിനുമാണ്, ബുദ്ധിഭ്രമത്തിനും ചികിത്സ വേണ്ടിവരുന്നാ തോന്നണം. മിസ്റ്റർ പച്ചാളംബാസി ആ റൂമിലുണ്ട്. താങ്ക് യു. അയ്യോ, അയ്യോ, എന്നെ കൊല്ലല്ലേ, എന്നെ കൊല്ലല്ലേ. അലക്സ് ആയിരുന്നോ? വാ. വേദനയ്ക്ക് കുറവുണ്ടോ സാർ? അടി കിട്ടിക്കൊണ്ടിരുന്നപ്പോ ഇത്രയും വേദനയില്ലായിരുന്നു. അതുപോട്ടെ, അലക്സിന്റെ പടം റിലീസായിട്ട് എങ്ങനെയുണ്ട്? ആളുകൾക്ക് വളരെ നന്നായി ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഭാഗ്യം, ഇപ്പൊ എന്റെ വേദന പകുതി കുറഞ്ഞു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചത്? നിങ്ങൾ തമ്മിൽ അടിപിടി ഉണ്ടായോ? ഞങ്ങൾ തമ്മിൽ അടിയും ഇല്ല, പിടിയും ഇല്ല, ഉള്ളി വെടി. തോക്കെടുത്ത് എന്നെ അവൻ വെടിവെച്ച് അലക്സെ. ഞാൻ മതിലിയാടി. അവിടെയാണ് യഥാർത്ഥ അടി നടന്നത്. മതിലിയാടി ഞാൻ ചെന്ന് വീണത് കുളിച്ചോണ്ട് ഒരു തമിഴത്തിയുടെ ദേഹത്തായിരുന്നു. അവളുടെ ഭർത്താവ് ഏഴിമല, അവനൊരു 9 മലയുടെ വണ്ണം കാണും. ഇടിയോടിടി. ആ വട്ടവിളയുടെയും താനൂർ അബ്ദുള്ളയുടെയും ഫാൻസുകാർ ഫോണിൽ വിളിച്ച് കളിയാക്കുക. എന്തരടെ നിന്റെ സാറിപ്പോൾ ചൊറിയും കുത്തി ചെന്നൈയിൽ ഒളിച്ചിരിക്കുകയാണോ എന്ന്. ചെലവിന് വേണമെങ്കിൽ ഞങ്ങൾ വല്ലതും അയച്ചു തരട്ടോ എന്ന്. ഇതിലിപ്പോ കളിയാക്കാൻ എന്താ ഉള്ളത്? അവര് പറഞ്ഞത് സത്യമല്ലേ? പന്നകള്. ആ പറഞ്ഞവനെയും അവന്റെ തന്തയെയും അവന്മാരുടെയൊക്കെ തറവാട് നിൽക്കുന്ന ഡിസ്ട്രിക്റ്റും വിലക്ക് വാങ്ങാനുള്ള സമ്പത്ത് ഇപ്പോഴും
എൻ്റെ കയ്യിലുണ്ടെന്ന് തനിക്ക് പറയായിരുന്നില്ലേ? എന്തിന് സാറേ നമ്മൾ വഴക്കിന് പോണത്? ഒന്നാമത് നമ്മുടെ സമയം മോശം. ഇപ്പൊ ചെറുപ്പക്കാരെ പിള്ളേരെ അടിച്ചു കയറയല്ലേ. ആ ശ്യാമെന്ന് പറയുന്ന ചെക്കനെ ആളുകൾക്ക് എന്ത് ഹരാന്നറിയോ? അവനാണെങ്കിൽ കഥ കേട്ട് ചർച്ച ചെയ്ത് തിരക്കഥ വായിച്ച് ഇഷ്ടപ്പെട്ടാലേ പടം ചെയ്യുന്നുള്ളൂ. അതും വർഷത്തിൽ 1 or 2. അങ്ങനെയാ വിവരമുള്ളവര്. പിന്നെ ശ്യാമ അസലായിട്ട് പാട്ടും പാടുമല്ലോ. അതുകൊണ്ട് കൂടിയാ ആളുകൾക്ക് അവനോട് ഇത്ര ഭ്രാന്ത്. ഇനിയുള്ള പടങ്ങളിൽ ഞാനും പാടും. ഇനി ഏത് പടം? പലരും ഇംഗ്ലീഷ് പടങ്ങൾ കണ്ട നല്ല കഥകൾ മോഷ്ടിക്കുന്നത്. നമുക്ക് ആ വഴി ഒന്ന് ശ്രമിച്ചാലോ സാറേ? മലയാളം തന്നെ ശരിക്കും അറിഞ്ഞൂടാ, പിന്നെ ഇംഗ്ലീഷ്. സാറിന് ഇംഗ്ലീഷ് പഠിച്ചൂടെ? എന്നിട്ട് വേണം സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്ന നടൻ എന്നുള്ള ചീത്തപ്പേര് വാങ്ങാൻ. എടാ ബാബു, ഓ, പുലി മുന്നോട്ട് ചാടുന്നതിന് മുമ്പ് ഒരു ചുവട് പിന്നോട്ട് പതുങ്ങും. അതുപോലെ ഇപ്പം ഞാൻ സ്വല്പം പുറകോട്ടാ, പക്ഷെ നാളെ ഞാൻ മുന്നോട്ട് കുതിക്കും. കൊറേ പൊളിക്കും. അവള് ചലയ്ക്കും, സാറിനെ തൊലയ്ക്കും. കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മ കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലാക്കുമോ, പോലീസ് മർദ്ദിക്കുമോ എന്നൊക്കെയുള്ള ഭയം കാരണം സരോജ് കുമാർ ഒളിവിൽ പോകാനോ ചിലപ്പോൾ രാജ്യം തന്നെ വിട്ടുപോകാനുള്ള സാധ്യതയുള്ളതായി പറഞ്ഞു കേൾക്കുന്നുണ്ട്. രാജ്യത്തെ എല്ലാ എയർപോർട്ടുകളിലും കർശന പരിശോധനയ്ക്ക്. Yes, come in please. ശിവദാസ്, ആരായി ഭിക്ഷക്കാരനെ ഇങ്ങോട്ട് കടത്തിവിട്ടെ? ഇപ്പം ഞാൻ ഭിക്ഷക്കാരനല്ല സാർ. നാളെ നിങ്ങൾ കാരണം ഭിക്ഷക്കാരനായേക്കാവുന്ന സരോജ് കുമാറാണ് ഞാൻ. ഇൻകം ടാക്സ് ഓഫീസിൽ കയറി അഭിനയിച്ചു തുടങ്ങിയോ? ചാനൽ കഴുകന്മാരിൽ നിന്ന് രക്ഷപ്പെടാൻ ഇതേ ഒരു വഴി കണ്ടുള്ളൂ. ആയിരിക്കും സാർ, എനിക്ക് ഒന്നേ അറിയാനുള്ളൂ. ഞാൻ പണവും ആഭരണങ്ങളൊക്കെ ഒളിപ്പിച്ചു വെച്ച സ്ഥലം ഇത്ര കൃത്യമായിട്ട് ആരാണ് പറഞ്ഞു തന്നത്? ഞങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനല്ല, ഞങ്ങൾക്ക് നിങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയത്. അല്ല, അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചു പോയതാ. അപ്പം തിന്നാ പോരെ മിസ്റ്റർ സരോജ്? കുഴി എണ്ണണോ? ഞാൻ തിന്നാൻ വെച്ച അപ്പയല്ലേ ഡിപ്പാർട്ട്മെന്റ് എടുത്തോണ്ട് പോയത്? അത് നിങ്ങളുടെ അപ്പമാണെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ മതിയോ? ഇവിടുത്തെ ഓരോ സാധാരണക്കാരനും പ്രയോജനപ്പെടേണ്ട നികുതി പണമാണ് നിങ്ങൾ പൂഴ്ത്തി വെച്ചത്. ശരി, ഡിപ്പാർട്ട്മെന്റ് കാരണം നാളെ ഞാൻ പട്ടിണിയായാൽ നിങ്ങൾ എനിക്ക് ഭക്ഷണം തരുമോ? ഭക്ഷണം തരാൻ ഞങ്ങളിവിടെ ഹോട്ടലൊന്നും നടത്തുന്നില്ല. തിരശീലയിൽ അനീതിക്കോ അഴിമതിക്കോ എതിരെ പോരാടിയ നിങ്ങളുടെ കഥാപാത്രങ്ങളെ കണ്ട് കൈയടിച്ച ആരാധകർ ഇപ്പോൾ വിഡ്ഢികളായില്ലേ? ഇപ്പോഴല്ല, എപ്പോഴും അവർ വിഡ്ഢികളാണല്ലോ. ഇത്രയും പോകുന്ന ഞാൻ 10-20 പേരെ ഒറ്റയ്ക്ക് ഇടിച്ചെടുത്തത് കണ്ടിട്ട് അവർ കൈയടിച്ചില്ലേ? സ്റ്റണ്ടുകാർ കെട്ടുകമ്പി കൊണ്ട് എന്നെ കെട്ടി വലിച്ച് ഞാൻ ആകാശത്തിലൂടെ പറന്നപ്പോൾ അവർ കൈയടിച്ചില്ലേ? പമ്പര വിഡ്ഢികൾ. നമുക്കിനി കാര്യത്തിലേക്ക് കിടക്കാം. ആരൊക്കെ എപ്പോഴൊക്കെ എത്രയൊക്കെ ബ്ലാക്ക് മണി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്? വള്ളിപുള്ളി തെറ്റാ പറഞ്ഞോളൂ. പറയാം സാർ. എനിക്ക് ബ്ലാക്ക് മണി തന്നെ എന്നെ പിഴപ്പിച്ചവന്മാരും കുടുങ്ങട്ടെ, എല്ലാം ഞാൻ പറയാം സാർ. സത്യത്തിൽ ഇനി മതി സാർ, നേരം വെളുത്തു. 2ാമത്തെ കുപ്പിയും തീരാറായി. എൻ്റെ എല്ലാ ബംഗ്ലാവുകളിലും കൂടി 500ഓളം സ്കോച്ച് കുപ്പികളുണ്ട്. അത് എത്രയും പെട്ടെന്ന് കുടിച്ചു തീർത്തില്ലെങ്കിൽ അതും ഇൻകം ടാക്സുകാർ എടുത്തോണ്ട് പോകും. അപ്പൊ ഇൻകം ടാക്സും കുടിക്കുമല്ലേ? വെറുതെ അല്ല സാറേ, സാറിനെ ഈ അവസ്ഥയിലാക്കിയ ഇൻകം ടാക്സിന്റെ തലയിൽ ഇടുത്തി വീഴും. അവർ തന്നെയാടാ ഇടുത്തി. ഞങ്ങളെപ്പോലുള്ളവരുടെ തലയിൽ ഓർക്കാപ്പുറത്ത് വന്നു വീഴുന്ന ഇടുത്തി. എങ്കിൽ ഇൻകം ടാക്സ് രാജവെമ്പാലയുടെ കടി കൊണ്ട് ചാവും. അവരെ കടിച്ചാൽ രാജവെമ്പാല ചാവും.
40 കോടി ഫൈൻ അടയ്ക്കേണ്ടി വന്നാൽ ഈ ബംഗ്ലാവും ചെന്നൈയിലെ ബംഗ്ലാവും എല്ലാം ഞാൻ വിൽക്കേണ്ടി വരുടാ ബാബു. എന്റെ ഈശ്വര, ഞാൻ എന്തായി കേൾക്കുന്നത്? 8 ബംഗ്ലാവ് ഉള്ളതിൽ 2 പോയാൽ സാർ എങ്ങനെ ജീവിക്കും? ഇൻകം ടാക്സിന് കണ്ണിൽ ചോരയില്ലേ സാർ? ചോര ഞാൻ വീഴ്ത്തും. എടാ, പച്ചാളം ബാസി. ഞാൻ പച്ചാളം വാസിയല്ല സാർ, ഞാൻ മുട്ടത്തറ ബാബുവാണ്. ബാബു പക്ഷെ ഞാൻ ബാസിയെ കുറ്റം പറയില്ല. അവൻ നല്ലവനായിരുന്നു. എത്ര പേരെ പറ്റിച്ച് അവൻ എനിക്ക് കാശ് തന്നിരിക്കുന്നു. എല്ലാത്തിനും കാരണം ആ ധൂമകേതുവാണ്. ധൂമകേതു എവിടെയാ സാർ അയാളുടെ വീട്? അവൻ ശ്യാമെന്ന് പറയുന്നവൻ പാട്ടുകാരൻ നടൻ